2024 ഫെബ്രുവരി 18-നാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആദ്യം മുതൽ തന്നെ ദുരൂഹതയായിരുന്നു. 16-ാം തീയതി മുതൽ SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് പാറപ്പുറത്തും മുറിയിലും വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറുകളും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയത്. സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികളുണ്ടായത്. കൊടിയ പീഡനത്തിനിരയായ സിദ്ധാർത്ഥന്റെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ കണിക പോലും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. SFI നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 19 പ്രതികൾക്ക് സർവകലാശാല 3 വർഷം പഠന വിലക്കേർപ്പെടുത്തി. ഫെബ്രുവരി 28-ന് ആദ്യം 6 പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായി. മാർച്ച് 5-ന് കോളേജ് ഡീനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷനും ലഭിച്ചു. CBI അന്വേഷണം ഏറ്റെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത കേസിൽ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇപ്പോഴും നീതിക്കായി കോടതി കയറിയിറങ്ങുകയാണ്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.